നമസ്കാരം, ഹൈറേഞ്ച് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. നിരോധിത രാസലഹരിയും ഹൈബ്രിഡ് കഞ്ചാവും വിൽക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ 2 യുവാക്കൾ തൊടുപുഴ പോലീസിന്റെ പിടിയിലായത് കണ്ണൂർ മട്ടന്നൂർ സ്വദേശി അജിനാസ് KP, കൊല്ലം കിളികൊല്ലൂർ സ്വദേശി സജിത്ത് എന്നിവർ. നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുമായി 2 പേരെ കരിങ്കുന്നം പോലീസ് പിടികൂടി. മൂന്നാറിൽ ഗതാഗത നിയമലംഘനങ്ങൾ വർദ്ധിച്ചതോടെ വാഹന പരിശോധന കർശനമാക്കി മോട്ടോർ വാഹന വകുപ്പും പോലീസും. ഗതാഗത നിയമങ്ങൾ ലംഘിച്ചവർക്കെതിരെ കേസെടുത്ത് നടപടി സ്വീകരിച്ചു. കഞ്ഞിക്കുഴിയിലെ കർഷകരുടെ ഭൂമി തട്ടിയെടുക്കാൻ ശ്രമിക്കുന്ന വനം വകുപ്പിന്റെ ഗൂഢനീക്കത്തിനെതിരെ സാഫ് സംഘടനയുടെ പിന്തുണയോടെ ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചു. CPM ജില്ലാ സെക്രട്ടറി CV വർഗീസ് ഉദ്ഘാടനം ചെയ്തു. ശാന്തൻപാറയ്ക്ക് സമീപം തൊഴിലാളികളുമായി എത്തിയ ജീപ്പ് അപകടത്തിൽപ്പെട്ടു. അപകടമുണ്ടായത് തോണ്ടിമലയിൽ. ജീപ്പിലുണ്ടായിരുന്ന നിരവധി പേർക്ക് പരിക്ക്. അടിമാലിക്ക് സമീപം കാർ നിയന്ത്രണം വിട്ട് താഴ്ചയിലേക്ക് മറിഞ്ഞ ഒരാൾക്ക് പരിക്ക്. വിശദമായ വാർത്തകൾ. നിരോധിത രാസലഹരിയും ഹൈബ്രിഡ് കഞ്ചാവും വിൽക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ 2 യുവാക്കൾ തൊടുപുഴ പോലീസിന്റെ പിടിയിൽ. കണ്ണൂർ മട്ടന്നൂർ സ്വദേശി അജിനാസ് KP, കൊല്ലം കിളികൊല്ലൂർ സ്വദേശി സജിത്ത് എന്നിവരാണ് പിടിയിലായത്. സംഭവത്തിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുള്ളതായാണ് പോലീസ് നൽകുന്ന സൂചന. കണ്ണൂർ മട്ടന്നൂർ സ്വദേശി അജിനാസ് KP, കൊല്ലം കിളികൊല്ലൂർ സ്വദേശി സജിത്ത് എന്നിവരാണ് തൊടുപുഴ പോലീസിന്റെ പിടിയിലായത്. ഇവരിൽ നിന്ന് വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചിരുന്ന 5 LSD സ്റ്റാമ്പുകളും 1.93 ഗ്രാം ഹൈബ്രിഡ് കഞ്ചാവും പോലീസ് പിടിച്ചെടുത്തു. മണക്കാട് നിന്നുമാണ് പ്രതികളെ പിടികൂടിയത്. പ്രദേശത്ത് ലഹരി വിൽപ്പന നടക്കുന്നതായ വിവരത്തെ തുടർന്ന് പോലീസ് നിരീക്ഷണം ശക്തമാക്കിയിരുന്നു. ഇതിനിടയിലാണ് ഇരുവരും പിടിയിലായതെന്ന് തൊടുപുഴ SHO സിജോ വർഗീസ് പറഞ്ഞു. മണക്കാട് ഭാഗത്തു നിന്നാണ് അവർ 2 പേര് നമ്മൾ അറസ്റ്റ് ചെയ്തത്. 5 LSD സ്റ്റാമ്പുകളും 1.93 ഗ്രാം ഹൈബ്രിഡ് കഞ്ചാവും ആണ് നമ്മൾ സീസ് ചെയ്തിട്ടുള്ളത്. 2 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കൂടുതൽ ആൾക്കാരെ നമ്മുടെ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് കൂടുതൽ പ്രതികളെ അറസ്റ്റ് ചെയ്യും. ഇവർ ഒരാൾ കണ്ണൂർ സ്വദേശി, ഒരാൾ കൊല്ലം സ്വദേശി. എറണാകുളം പാലാരിവട്ടത്ത് കമ്പ്യൂട്ടർ കോഴ്സ് പഠിക്കുന്നതിനിടയിലുള്ള പരിചയമാണ് ഇരുവരും തമ്മിലുള്ളത്. സംഭവത്തിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുള്ളതായാണ് പോലീസ് നൽകുന്ന സൂചന. അതിനാൽ കൂടുതൽ അന്വേഷണം നടത്തുമെന്നും പോലീസ് വ്യക്തമാക്കി. പ്രതികളെ കോടതിയിൽ ഹാജരാക്കി. നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുമായി 2 പേർ കരിങ്കുന്നം പോലീസിന്റെ പിടിയിൽ. കരിങ്കുന്നം കഴിമറ്റം ഭാഗത്തുള്ള പെട്ടിക്കടയുടെ തട്ടിനടിയിൽ വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചിരുന്ന 105 പാക്കറ്റ് ഹാൻസുമായി അസം സ്വദേശിയായ റിയാജുൽ ഹക്ക്, കരിങ്കുന്നം നെല്ലാപ്പാറ ഭാഗത്തെ പെട്ടിക്കടയുടെ തട്ടിനടിയിൽ വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചിരുന്ന 15 പാക്കറ്റ് ഹാൻസുമായി ഉത്തർപ്രദേശ് സ്വദേശിയായ അവതേശ് സരോജ് എന്നിവരാണ് പിടിയിലായത്. സംസ്ഥാനത്ത് ലഹരി മരുന്ന് ഉപയോഗവും വ്യാപനവും തടയുന്നതിനായി കേരള പോലീസ് നടപ്പിലാക്കുന്ന ഓപ്പറേഷൻ തൂഫാൻ ദ നാർക്കോ ഹണ്ട് പദ്ധതിയുടെ ഭാഗമായി പോലീസ് നടത്തിയ പരിശോധനയ്ക്കിടെയാണ് ഇരുവരും പിടിയിലായത്. മൂന്നാറിൽ ഗതാഗത നിയമലംഘനങ്ങൾ വർദ്ധിച്ചതോടെ വാഹന പരിശോധന കർശനമാക്കി മോട്ടോർ വാഹന വകുപ്പും പോലീസും. ഗതാഗത നിയമങ്ങൾ ലംഘിച്ചവർക്കെതിരെ കേസെടുത്ത് നടപടി സ്വീകരിച്ചു. മൂന്നാറിൽ തുടർച്ചയായി റിപ്പോർട്ട് ചെയ്യുന്ന അപകട യാത്രകളും ഗതാഗത നിയമലംഘനങ്ങളും വർദ്ധിച്ചതോടെയാണ് മോട്ടോർ വാഹന വകുപ്പും പോലീസും സംയുക്ത പരിശോധന നടത്തിയത്. പ്രധാന റോഡുകളിലും വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കുമുള്ള വഴികളിലുമായി നടത്തിയ പരിശോധനയിൽ 100-ലധികം വാഹനങ്ങൾ പരിശോധിച്ചു. മദ്യപിച്ച് വാഹനമോടിച്ച നിരവധി ഡ്രൈവർമാർ പിടിയിലായി. വാഹനത്തിന്റെ രേഖകൾ കൈവശം സൂക്ഷിക്കാതെയും മറ്റു ഗതാഗത നിയമങ്ങൾ ലംഘിച്ചും യാത്ര നടത്തിയവർക്കെതിരെയും കേസെടുത്ത് നടപടി സ്വീകരിച്ചു. 100-നടുത്ത് വണ്ടികൾ പരിശോധിച്ചു. അതിൽ ഡ്രങ്കൺ ഡ്രൈവിംഗ് പോലീസ് നോക്കിയിട്ടുണ്ടായിരുന്നു. അതിൽ 5-6 കേസ് ഡ്രങ്കൺ ഡ്രൈവിങ്ങിൽ കിട്ടിയിട്ടുണ്ട്. പിന്നെ അല്ലാതെ ഇൻഷുറൻസ് തീർന്നതും ആൾട്രേഷൻ നടത്തിയതുമായിട്ടുള്ള കുറേ കേസുകൾ കിട്ടിയിട്ടുണ്ട്. ഈ പരിശോധന തുടർന്നും നടത്താനായിട്ട് തന്നെയാണ് തീരുമാനം. ഇവിടെയുള്ള അപകടങ്ങൾക്ക് കാരണം ആരും ഇവിടുത്തെ റോഡിൻ്റേതോ ട്രാഫിക്കിൻ്റേതോ അങ്ങനെയൊന്നുമല്ല. ശരിക്കും ഡ്രൈവർമാരുടെ കുഴപ്പമോ അല്ലെങ്കിൽ ഓടിക്കുന്ന രീതിയുടെ കുഴപ്പമോ കൊണ്ടെന്ന് മനസ്സിലാക്കിയതിന് ശേഷം ഞങ്ങൾ സംയുക്തമായിട്ട് ഇതേപോലെ ഇന്ന് നടത്തിയതുപോലെ തന്നെ സംയുക്തമായിട്ട് ഇനിയും തുടർന്നും ഞങ്ങൾ പരിശോധന നടത്താനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. CI അദ്ദേഹം ഉണ്ടായിരുന്നു, SI ഉണ്ടായിരുന്നു. അതിൽ നമ്മുടെ പോലീസിൻ്റെ 4 വണ്ടികളും ഞങ്ങളുടെ ഒരു വാഹനമായിട്ട് വരുന്ന ഒരു വണ്ടിയെ പോലും ഫിൽറ്റർ ചെയ്ത് കംപ്ലീറ്റ് വണ്ടികളെ പരിശോധിക്കാനായിട്ട് പറ്റി. കാലാവസ്ഥ മോശമായതുകൊണ്ട് എണ്ണം കുറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. തുടർന്ന് വരുന്ന ദിവസങ്ങളിലും പരിശോധന തീർച്ചയായിട്ടും ഉണ്ടാകും. അപകടയാത്രകളും നിയമലംഘനങ്ങളും തടയാൻ വരും ദിവസങ്ങളിലും മൂന്നാറിൽ പരിശോധന കൂടുതൽ വ്യാപകമാക്കുമെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു. കഞ്ഞിക്കുഴിയിലെ കർഷകരുടെ ഭൂമി തട്ടിയെടുക്കാൻ ശ്രമിക്കുന്ന വനം വകുപ്പിന്റെ ഗൂഢനീക്കത്തിനെതിരെ സാഫ് സംഘടനയുടെ പിന്തുണയോടെ ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചു. ചുരുളിപ്പതാൽ യുവതാര ക്ലബ്ബ് ഹാളിൽ നടന്ന പരിപാടി CPM ജില്ലാ സെക്രട്ടറി CV വർഗീസ് ഉദ്ഘാടനം ചെയ്തു.
ഇടുക്കി പദ്ധതിക്കായി ഇരട്ടയാർ അയ്യപ്പൻകോവിലിൽ നിന്നും കുടിയിറക്കി ചുരുളിപ്പതാലിൽ കുടിയിരുത്തിയ 55ഓളം കുടുംബങ്ങളുടെ കൃഷിഭൂമി വന്യമൃഗ സംരക്ഷണം എന്ന പേരിൽ വനംവകുപ്പ് കയ്യേറുകയും ഇടത്തട്ട് മലയണ്ണാമല പ്രദേശങ്ങളിൽ കർഷകരെ ദ്രോഹിക്കുകയും ചെയ്യുന്ന നടപടിക്കെതിരെയാണ് പ്രതിഷേധം രൂക്ഷമായിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായാണ് സാഫ് സംഘടനയുടെ പിന്തുണയോടെ ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചത്. ഗ്രാമപഞ്ചായത്ത് അംഗം സന്ധ്യ രാജേഷ് അധ്യക്ഷത വഹിച്ച യോഗം CPM ജില്ലാ സെക്രട്ടറി CV വർഗീസ് ഉദ്ഘാടനം ചെയ്തു. വളരെ ബോധപൂർവമായ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം നമ്മുടെ കേരളത്തിൻ്റെ വനവിസ്തൃതി വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യമുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടുള്ള നീക്കം നടത്തുന്നതിന് അവർ ഉപയോഗപ്പെടുത്തുന്നത് ജനവാസ കേന്ദ്രങ്ങളുടെ വനഭൂമിയോട് അടുത്ത് കിടക്കുന്ന പ്രദേശങ്ങളിലേക്ക് പതുക്കെ ജണ്ടയിടും. ജണ്ട പ്രദേശത്തേക്ക് സാധാരണ ആൾ കയറാൻ പാടില്ല എന്ന് പറയും. അപ്പോൾ അവിടെ സ്വാഭാവികമായി വനമാവും. അപ്പോൾ ആന ഇറങ്ങി വരും. ആനയെ ഭയന്ന ആളുകൾ ഇവിടുന്ന് മാറ്റും. യഥാർത്ഥത്തിൽ നമ്മുടെ ജില്ലയിലെ കേരളത്തിലാകെയുണ്ട്, പ്രത്യേകിച്ച് ഇടുക്കി, വയനാട് ജില്ലകളിൽ ജനങ്ങളെ ഓടിക്കുന്നതിന് വേണ്ടി വനംവകുപ്പ് ഇപ്പോൾ പോലീസും പട്ടാളവും തൂക്കുമൊന്നുമല്ല ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഉപയോഗിക്കുന്നത് ആനയാണ്. കാരണം അവർക്കറിയാം ആന എതിരെയാണ് സഞ്ചാരപഥമെന്നറിയാം. അവരതുകൊണ്ട് എന്ത് ചെയ്യും? ജനവാസ കേന്ദ്രങ്ങളിലേക്ക് ആനയെ തിരിച്ചുവിടാനുള്ള നല്ല പോലെയുള്ള ആളുകൾ തയ്യാറായി അതിന് പരിശീലനം ശ്രദ്ധിച്ചിട്ടുള്ള വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാരുണ്ട്. കർഷക സംഘം ജില്ലാ സെക്രട്ടറി റോമിയോ സെബാസ്റ്റ്യൻ മുഖ്യപ്രഭാഷണം നടത്തി. മഹിളാ അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി ലിസി ജോസ് കൺവീനറായും സാഫ് ജില്ലാ പ്രസിഡന്റ് CB ആർക്കാട്ട് ചെയർമാനുമായി 21-അംഗ കമ്മിറ്റിക്കും രൂപം നൽകി. ജൂൺ 13-ന് നഗരംപാറ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിലേക്ക് മാർച്ച് നടത്തുവാനും വനംവകുപ്പ് കയ്യേറിയ കൃഷിഭൂമി പിടിച്ച് എടുക്കുവാനും ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾ തീരുമാനിച്ചു. പരിപാടികൾക്ക് ടിജോ പി ജോയി, അബ്ദുൾ അസീസ്, CV വിജയകുമാർ എന്നിവർ നേതൃത്വം നൽകി. ശാന്തൻപാറയ്ക്ക് സമീപം തൊഴിലാളികളുമായി എത്തിയ ജീപ്പ് അപകടത്തിൽപ്പെട്ടു. തോണ്ടിമലയിലാണ് അപകടമുണ്ടായത്. ജീപ്പിലുണ്ടായിരുന്ന നിരവധി പേർക്ക് പരിക്കേറ്റു. രാവിലെയായിരുന്നു അപകടം നടന്നത്. ശാന്തൻപാറ തോണ്ടിമലയ്ക്ക് സമീപമാണ് തൊഴിലാളികളുമായി എത്തിയ ജീപ്പ് അപകടത്തിൽപ്പെട്ടത്. തൊഴിലാളികളെ തോട്ടത്തിലേക്ക് ജോലിക്കായി കൊണ്ടുപോകുന്നതിനിടെ വാഹനം അപകടത്തിൽപ്പെടുകയായിരുന്നുവെന്നാണ് വിവരം. അപകടത്തിൽ ജീപ്പിലുണ്ടായിരുന്ന നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇവരെ സമീപത്തെ ആശുപത്രികളിലേക്ക് മാറ്റി. അടിമാലിക്ക് സമീപം കത്തിപ്പാറ ഒഴുക സിറ്റിയിൽ കാർ നിയന്ത്രണം വിട്ട് താഴ്ചയിലേക്ക് മറിഞ്ഞു. അപകടത്തിൽ ഒരാൾക്ക് പരിക്കേറ്റു. കാർ നിയന്ത്രണം നഷ്ടപ്പെട്ട റോഡിന് താഴെയുള്ള KCBയുടെ പഴയ ക്വാർട്ടേഴ്സിന് മുകളിലേക്ക് മറിയുകയായിരുന്നു. തുടർന്ന് അടിമാലിയിൽ നിന്നും ഫയർഫോഴ്സ് സംഘം എത്തിയാണ് കാർ യാത്രികനെ രക്ഷപ്പെടുത്തിയത്. പരിക്കേറ്റ ഷിമോജിനെ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. KCYMന്റെ സംസ്ഥാന യുവജന ദിനാഘോഷം ജൂലൈ 5-ന് മുരിക്കാശ്ശേരിയിൽ നടക്കും. കൈറോസ് 2026 എന്ന പേരിൽ നടക്കുന്ന യുവജന ദിനാഘോഷം KCBC പ്രസിഡന്റ് ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. KCYM ഇടുക്കി രൂപതയുടെ ആതിഥേയത്വത്തിൽ മുരിക്കാശ്ശേരി സെന്റ് മേരീസ് സ്കൂളിൽ വെച്ചാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ഫ്രാൻസിസ്കൻ വർഷാചരണത്തിന്റെ ഭാഗമായി യുവജന മാസത്തിന്റെ ഉദ്ഘാടനം നടത്തുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കൈറോസ് 2026 എന്ന പേരിൽ 32 അതിരൂപത രൂപതകളെ ചേർത്തണക്കിക്കൊണ്ട് യുവജന സംഗമം ഇടുക്കിയുടെ മണ്ണിൽ ഏറെ സ്നേഹബഹുമാനത്തോടെ എല്ലാ യുവജനങ്ങളെയും സ്വാഗതം ചെയ്തുകൊണ്ട് നടത്തപ്പെടുകയാണ്. KCBC പ്രസിഡന്റ് അഭിവന്ദ്യ ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ പിതാവാണ് ഈ ഒരു യുവജന സംഗമം ഉദ്ഘാടനം ചെയ്യുന്നത്. KCBC യൂത്ത് കമ്മീഷൻ ചെയർമാനും ഇടുക്കി രൂപത മെത്രാനുമായ മാർ ജോൺ നെല്ലിക്കുന്നിൽ പിതാവ് അന്ന് യുവജനങ്ങളോട് സംസാരിക്കുകയും അനുഗ്രഹപ്രഭാഷണം നടത്തുകയും ചെയ്യും. മഹാസംഗമത്തിന്റെ പ്രചരണാർത്ഥം ഇടുക്കി രൂപതയുടെ പ്രധാന കേന്ദ്രങ്ങളിൽ നിന്ന് വിവിധ മേഖലകളുടെ നേതൃത്വത്തിൽ തോമസ് മൂർ ഛായാചിത്ര പ്രയാണം, ദീപശിഖ പ്രയാണം, പതാക പ്രയാണം എന്നിവ സംഘടിപ്പിക്കും. സമ്മേളനത്തോടനുബന്ധിച്ച് സംഗീത നിശ്ചയം സംഘടിപ്പിച്ചിട്ടുണ്ട്. കേരളത്തിലെ 32 കത്തോലിക്ക രൂപതകളിൽ നിന്നുമുള്ള യുവജനങ്ങളെ ഒരുമിച്ച് ചേർക്കുന്ന സംഗമത്തിന് KCYM സംസ്ഥാന സമിതി അംഗങ്ങളും ഇടുക്കി രൂപതാ ഭാരവാഹികളും നേതൃത്വം നൽകും. KCYM സംസ്ഥാന പ്രസിഡന്റ് ഷിബിൻ ഷാജി അധ്യക്ഷത വഹിക്കും. KCBC യുവജന കമ്മീഷൻ ചെയർമാൻ മാർ ജോൺ നെല്ലിക്കുന്നിൽ മുഖ്യ അതിഥിയാകും. ഇടുക്കി രൂപത മുഖ്യ വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് കരുവേലിക്കൽ, KCYM ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുക്കും. വാർത്താ സമ്മേളനത്തിൽ KCYM സംസ്ഥാന പ്രസിഡന്റ് ഷിബിൻ ഷാജി, ജനറൽ സെക്രട്ടറി കാസി പൂപ്പന, ട്രഷറർ ജെൻസൺ ആൽബി, KCYM ഇടുക്കി രൂപത പ്രസിഡന്റ് അമൽ ജിജു ജോസഫ്, ജനറൽ സെക്രട്ടറി ബിജോ ബൈജോ, ഡയറക്ടർ ഫാദർ സെബാസ്റ്റ്യൻ മനക്കലേട്ട് എന്നിവർ പങ്കെടുത്തു.
വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്തിലെ ഭവനരഹിതരായ മുഴുവൻ കുടുംബങ്ങൾക്കും സ്വന്തമായി വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ ലക്ഷ്യമിട്ട് പ്രത്യേക ഗ്രാമസഭ ചേർന്നു. പ്രധാനമന്ത്രി ആവാസ് യോജന ഗ്രാമീൺ പദ്ധതിയുടെ ഗുണഭോക്തൃ പട്ടിക പുതുക്കുന്നതിനായി ചേർന്ന ഗ്രാമസഭ ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സാന്ദ്രാമോൾ ജിന്നി ഉദ്ഘാടനം ചെയ്തു. വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി തോമസ് അധ്യക്ഷത വഹിച്ചു. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സാന്ദ്രാമോൾ ജിന്നി ഉദ്ഘാടനം ചെയ്തു. അർഹരായ ഒരു ഗുണഭോക്താവ് പോലും പദ്ധതിയിൽ നിന്ന് പുറത്തു പോകാത്ത രീതിയിൽ വളരെ കൃത്യതയോടും സുതാര്യതയോടും കൂടി പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് സാന്ദ്രാമോൾ ജിന്നി പറഞ്ഞു. നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. ചെറിയ ചില കാലതാമസം വന്നിരിക്കാം, പക്ഷെ അത് നിങ്ങളെ ഞങ്ങളാരും ഒഴിവാക്കുന്നതല്ല. ആ കാര്യം കൂടി അറിഞ്ഞുകൊണ്ട് വേണം നിങ്ങൾ ഇതിന്റെ നടപടിക്രമങ്ങളിലേക്ക് കടക്കുവാനായിട്ട്. ഇത്തരം കാര്യങ്ങൾ മാത്രമേ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും സുരക്ഷിതമായ ഒരു ഭവനത്തിലേക്ക് എത്തിച്ചേരുവാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നിങ്ങളോടൊപ്പം ഞങ്ങളും സ്വപ്നം കണ്ടു തുടങ്ങുകയാണ്. ഇവിടെ ആയിരിക്കുന്ന നമ്മൾ എല്ലാവരുടെയും വലിയ സ്വപ്നമാണ് ഈ 392 ഭവനവും. അതിലേക്ക് ഏറ്റവും മനോഹരമായി തന്നെ നടന്നു നീങ്ങുവാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരുടെയും അനുഭവത്തോടു കൂടി ഇന്നത്തെ ഈ ഗുണഭോക്തൃ ഗ്രാമസഭ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തറിയിക്കുന്നു. പഞ്ചായത്തിലെ ഭവനരഹിതരായ മുഴുവൻ ആളുകൾക്കും അർഹമായ ആനുകൂല്യം എത്തിക്കുകയാണ് ഭരണസമിതിയുടെ ലക്ഷ്യം. PMAY മുൻഗണനാ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള അർഹരായ ഗുണഭോക്താക്കളെ കണ്ടെത്തുന്നതിനായുള്ള ചർച്ചകളും യോഗത്തിൽ നടന്നു. പഞ്ചായത്തിലെ വികസന ക്ഷേമ പ്രവർത്തനങ്ങളിൽ നാഴികക്കല്ലാകുന്ന ഈ ഗ്രാമസഭയിലൂടെ 392 കുടുംബങ്ങൾക്ക് സ്വന്തം വീടെന്ന സ്വപ്നത്തിലേക്ക് വഴിതുറക്കുമെന്ന് അധികൃതർ വ്യക്തമാക്കി. പഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ നിന്നുള്ള ജനപ്രതിനിധികൾക്കും ഉദ്യോഗസ്ഥർക്കും പുറമെ മറ്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികളും പൊതുജനങ്ങളും ഗ്രാമസഭയിൽ പങ്കെടുത്തു. നെടുങ്കണ്ടം കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ ഞാറ്റുവേല ചന്ത സംഘടിപ്പിച്ചു. നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ടോമി പരിപാടി ഉദ്ഘാടനം ചെയ്തു. കർഷകർ മുഖാന്തരം വ്യത്യസ്ത ഇനം വിത്തിനങ്ങൾ കൈമാറ്റം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് ഞാറ്റുവേല ചന്ത സംഘടിപ്പിച്ചത്. തനത് കാർഷിക ഉൽപ്പന്നങ്ങളുടെ പ്രചാരവും ലക്ഷ്യം വെക്കുന്നു. കർഷകർ കൊണ്ടുവന്ന വിവിധ ഇനം വിത്തിനങ്ങൾ പരസ്പരം കൈമാറി. പരിപാടിയോടനുബന്ധിച്ച് കർഷക സഭയും വിവിധ വിഷയങ്ങളിൽ ബോധവൽക്കരണ ക്ലാസും നടന്നു. കർഷകർക്ക് മികച്ച വിത്തിനങ്ങളും വിതരണം ചെയ്തു. നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിഹാബ് ഇട്ടിക്കൽ അധ്യക്ഷനായിരുന്നു. കൃഷി ഓഫീസർ ആദർശ് PV, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്യാമള വിശ്വനാഥൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ KR രാമചന്ദ്രൻ, സോണിയ മാർട്ടിൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ജോമോൻ പുഷ്പക്കണ്ടം, ജോണി പുതിയാപറമ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു. പഠനത്തിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെയും വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെയും കാമാക്ഷി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ അനുമോദിച്ചു. പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടത്തിയ പരിപാടി ഇടുക്കി MLA റോയ് കെ പൗലോസ് ഉദ്ഘാടനം ചെയ്തു. എക്സലൻസ് 2025-26 എന്ന പേരിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. കഴിഞ്ഞ അധ്യയന വർഷം കാമാക്ഷി ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ നിന്നും SSLC, +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെയും മറ്റ് വിവിധ മേഖലകളിൽ മികവ് പുലർത്തിയവരെയുമാണ് അനുമോദിച്ചത്. പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന പരിപാടി ഇടുക്കി MLA റോയ് കെ പൗലോസ് ഉദ്ഘാടനം ചെയ്തു. ലഹരി മാഫിയയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകളുടെ അറസ്റ്റ് നടക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാവുമല്ലോ. അത് 50, 60, 70 വയസ്സായ ആളുകളല്ല എക്സൈസുകാരും പോലീസുകാരും അറസ്റ്റ് ചെയ്യുന്നത്. ആ ഭൂരിപക്ഷം ആളുകളും ഒരു 25 വയസ്സിലാണ്, 25 വയസ്സിലാണ്. ഒരു 15-നും 25-നും വയസ്സിനിടയിലുള്ള ആളുകളെയാണ്. നേരത്തെ ആൺകുട്ടികളുണ്ടായിരുന്നു, പെൺകുട്ടികളെയും. ഈ റാക്കറ്റ് ഏത് മാർഗത്തിനും ഇതിൻ്റെ അകത്തേക്ക് എടുക്കാൻ പറ്റുമോ എന്നുള്ള വലിയ ശ്രമത്തിലാണ്. പെട്ടെന്ന് മനസ്സ് മാറാൻ പറ്റിയൊരു പ്രായമാണ്. ഈ +2 ഒക്കെ കഴിഞ്ഞ് 17 വയസ്സൊക്കെ ആയി ആൺകുട്ടികളാണേലും പെൺകുട്ടികളാണേലും എല്ലാവർക്കും നന്നായി സൗകര്യത്തോടെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നതിൽ ആരെയും നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല. വീട്ടിലെ ജീവിത സാഹചര്യങ്ങൾ ഒരുപക്ഷെ അതിന് അനുകൂലമായിരിക്കില്ല. മാതാപിതാക്കളുടെ കയ്യിലുള്ള പണം ഉണ്ടാവില്ല. അപ്പോൾ ആരെങ്കിലും ഒക്കെ ചില പ്രലോഭനങ്ങളൊക്കെ പറയുമ്പോൾ എടുക്കുമ്പോൾ അറിയാതെ പെട്ടുപോവുകയാണ്. വോളിബോൾ മത്സരത്തിൽ ഏഷ്യൻ ലെവൽ ചാമ്പ്യൻഷിപ്പിൽ വെങ്കലം നേടിയ ഇന്ത്യൻ ടീമിന്റെ സഹപരിശീലകൻ ബോബി സേവിയറിനെ ചടങ്ങിൽ പ്രത്യേകം ആദരിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TN ബിജു അധ്യക്ഷനായിരുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് AP ഉസ്മാൻ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ പഞ്ചായത്ത് അംഗം ഫ്രാൻസിസ് RK പറമ്പിൽ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷൈനി മാവേലിൽ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോയി കാട്ടുപാലം, മഹേഷ് മാത്യു, വത്സമ്മ ശശികുമാർ, തങ്കമണി ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ സാബു കുര്യൻ, ഹെഡ്മാസ്റ്റർ മധു K ജെയിംസ്, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി സാന്ദ്ര സുനിൽ, മരിയ തോമസ് തുടങ്ങിയവർ സംസാരിച്ചു. നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്തിന്റെയും സാമൂഹ്യനീതി വകുപ്പിന്റെയും എഴുകുമ്പയിൽ സായം പ്രഭയുടെയും സംയുക്താഭിമുഖ്യത്തിൽ പ്രദേശത്തെ 100ഓളം BPL വിഭാഗക്കാരായ വയോജനങ്ങൾക്ക് പോഷകാഹാര കിറ്റുകൾ വിതരണം ചെയ്തു. നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിഹാബ് ഇട്ടിക്കൽ പോഷകാഹാര കിറ്റുകളുടെ വിതരണം ഉദ്ഘാടനം ചെയ്തു. പരിപാടിയിൽ നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്ത് അംഗം ജോണി പുതിയാപറമ്പിൽ അധ്യക്ഷത വഹിച്ചു. SCB പ്രസിഡന്റ് സാബു മണിമലക്കുന്നേൽ, മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് കുഞ്ഞമ്മച്ചൻ പാർത്തറ,
MDS പ്രസിഡന്റ് ജോർജ് അരിപ്പറമ്പിൽ, ICDS സൂപ്പർവൈസർ ജിഷ, വാർഡ് കൺവീനർ ബിജു പെരുമനങ്ങാട്ട്, സ്വയംപ്രഭ ഫെസിലിറ്റേറ്റർ മിൽട്ടൺ, കെയർ ഗീവർ ലേഹ പ്രശാന്ത്, മോളി പുറത്തേമടം തുടങ്ങിയവർ സംസാരിച്ചു. മുണ്ടേരിമ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ നിന്നും ജീവിതശൈലി രോഗങ്ങൾ പരിശോധിക്കാൻ ആരോഗ്യ പ്രവർത്തകരും എത്തിയിരുന്നു. ജില്ലയിൽ 4 പഞ്ചായത്തുകളിൽ മാത്രമാണ് നിലവിൽ സ്വയംപ്രഭകൾ പ്രവർത്തിക്കുന്നത്. പരിപാടിയോടനുബന്ധിച്ച് വയോജനങ്ങളുടെ വിവിധ കലാപരിപാടികളും നടന്നു. തങ്കമണി പാണ്ടിപ്പാറ സെന്റ് ജോസഫ് UP സ്കൂളിൽ ലഹരിവിരുദ്ധ ദിനാചരണം നടന്നു. ലഹരിവിരുദ്ധ ക്ലബിന്റെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ലഹരിവിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി 275ഓളം കുട്ടികളും അധ്യാപകരും PTA പ്രതിനിധികളും റാലിയിൽ പങ്കെടുത്തു. കാമാക്ഷി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിജു നെടുംചേരി, തങ്കമണി പോലീസ് ഇൻസ്പെക്ടർ സുബിൻ തങ്കച്ചൻ, സ്കൂൾ ഹെഡ് മിസ്ട്രസ് ആൻസി തോമസ് എന്നിവർ സംസാരിച്ചു. ലഹരിക്കെതിരെ കയ്യൊപ്പ്, പോസ്റ്റർ രചനാ മത്സരം, പ്രസംഗ മത്സരം, പാണ്ടിപ്പാറ ടൗണിൽ ഫ്ലാഷ് മോബ് തുടങ്ങിയ പരിപാടികളും സംഘടിപ്പിച്ചിരുന്നു. കട്ടപ്പന പുളിയൻമല ക്രൈസ്റ്റ് കോളേജിൽ 1ാം വർഷ ബിരുദ വിദ്യാർത്ഥികൾക്ക് സ്വീകരണം നൽകി. വിജ്ഞാനോത്സവം 2026 എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടി നഗരസഭാ കൗൺസിലർ VR സജി ഉദ്ഘാടനം ചെയ്തു. ജില്ലയിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് അക്കാദമിക മികവും മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസവും കൊണ്ട് ശ്രദ്ധേയമായ കട്ടപ്പന പുളിയൻമല ക്രൈസ്റ്റ് കോളേജ് പുതിയ അധ്യയന വർഷത്തിൽ പ്രവേശനം നേടിയ 1ാം വർഷ ബിരുദ വിദ്യാർത്ഥികൾക്ക് സ്വീകരണമൊരുക്കി. വിജ്ഞാനോത്സവം 2026 എന്ന പേരിലായിരുന്നു പരിപാടി. കോളേജ് മാനേജർ ഫാദർ ജോബി മംഗലത്തുകരോട്ട് CMI അധ്യക്ഷത വഹിച്ചു. നഗരസഭാ കൗൺസിലർ VR സജി ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസം വ്യക്തിയുടെ അറിവ് വർദ്ധിപ്പിക്കുന്നതിനൊപ്പം സമൂഹത്തോടുള്ള ഉത്തരവാദിത്തബോധവും മൂല്യബോധവും വളർത്തുമെന്ന് അദ്ദേഹം പറഞ്ഞു. കോളേജ് ഡയറക്ടർ ഫാദർ ഡോക്ടർ ലിജോ കൊച്ചുവീട്ടിൽ CMI, പ്രിൻസിപ്പൽ ഡോക്ടർ MV ജോർജ് കുട്ടി എന്നിവർ സംസാരിച്ചു. അക്കാദമിക് നോഡൽ ഓഫീസർ ധന്യ മോഹനൻ 4 വർഷ ബിരുദ പ്രോഗ്രാമിന്റെ ഘടന, മൾട്ടിപ്പിൾ എൻട്രി എക്സിറ്റ് സംവിധാനം, ക്രെഡിറ്റ് അടിസ്ഥാനത്തിലുള്ള പഠനരീതി, സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സുകൾ, ഇന്റേൺഷിപ്പ്, ഗവേഷണ സാധ്യതകൾ തുടങ്ങി പുതിയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായി നടപ്പിലാക്കിയ മാറ്റങ്ങൾ വിശദീകരിച്ചു. ചടങ്ങിൽ FDP കോഴ്സുകൾ വിജയകരമായി പൂർത്തിയാക്കിയ അധ്യാപകരെ സർട്ടിഫിക്കറ്റും ക്യാഷ് അവാർഡും നൽകി ആദരിച്ചു. മോബിൻ എബ്രഹാം, ഐറിൻ പീറ്റർ എന്നിവർ നേതൃത്വം നൽകി. അധ്യാപകർ, അനധ്യാപകർ, വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. ചേമ്പളം സെന്റ് മേരീസ് ദേവാലയത്തിൽ ചെറുപുഷ്പ മിഷൻ ലീഗിന്റെ 2026-27 പ്രവർത്തന വർഷ ഉദ്ഘാടനവും അംഗത്വം നൽകലും നടന്നു. വികാരി ഫാദർ ജെയിംസ് വെൺമാന്തറ ഉദ്ഘാടനം നിർവഹിച്ചു. നൽകിയ ആ ചൈതന്യം ഏറ്റെടുത്തുകൊണ്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ക്രിസ്തുവിനെ പ്രഘോഷിക്കുവാനായിട്ട് ധൈര്യം കാണിക്കുന്ന ഒരു വലിയ മലയാളികളുടെ സമൂഹമുണ്ട്. നമുക്കറിയാം, തമാശയായിരുന്നു നമുക്ക് പകർന്നു കിട്ടിയ ചൈതന്യം അവർ വിവിധ സമൂഹങ്ങളിലെ, ക്രൈസ്തവ സമൂഹങ്ങളിൽ അല്ലെങ്കിൽ ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ ഏറ്റെടുത്തുകൊണ്ട് ധീരമായിട്ട് സാക്ഷ്യം നൽകുന്നുണ്ടെങ്കിൽ അതിൽ ഏറ്റവും വലിയ കാരണം എന്ന് പറയുക നമ്മുടെ കേരള മണ്ണിൽ ഉണ്ടായിട്ടുള്ള വിശ്വാസത്തിന്റെ വളർച്ച തന്നെയാണ്. ഇടവകയിലെ CML ആനിമേറ്റർ സിസ്റ്റർ ലിസ്മിൻ SH, സൺഡേ സ്കൂൾ പ്രഥമാധ്യാപകൻ സോണി തണ്ണിപ്പാറ, മിഷൻ ലീഗ് പ്രൊമോട്ടർമാരായ സജി മടത്തിനാൽ, മിനി ബാബു കൊച്ചുപറമ്പിൽ, സൺഡേ സ്കൂൾ അധ്യാപകരായ ജോമി തകിടിപ്പുറം, സ്നേഹ അറക്കപ്പറമ്പിൽ, മഞ്ജു തേനമാക്കൽ, ജിജി സോണി തണ്ണിപ്പാറ, ജോൺസൺ കൊച്ചുപറമ്പിൽ, മിഷൻ ലീഗ് യൂണിറ്റ് ഭാരവാഹികളായ ഇവാൻ മുക്കുങ്കൽ, അൽഫോൻസ മുക്കുങ്കൽ എന്നിവർ നേതൃത്വം നൽകി. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ജ്വല്ലറി ഷോപ്പിംഗിൽ ഇനി നോ കോംപ്രമൈസ്. പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായി പൊന്നിലൂടെ. KG's ജ്വല്ലറി, കോട്ടയം കട സിൻസ് 1950. മഴക്കാലമായതോടെ രാജാക്കാട് ടൗണിൽ കാൽനട യാത്രക്കാർക്കും വ്യാപാരികൾക്കും വലിയ ദുരിതമായി മാറിയ റോഡിലെ കുഴിയടച്ചു. ടൗൺ കുരിശുപള്ളിക്ക് സമീപം രൂപപ്പെട്ട വലിയ കുഴിയാണ് ഗ്രാമപഞ്ചായത്ത് അംഗം ജോഷി കന്യാകുഴിയുടെ നേതൃത്വത്തിൽ കോൺക്രീറ്റ് ചെയ്ത് അടച്ചത്. വാഹനങ്ങൾ കുഴിയിൽ ചാടി ചെളിവെള്ളം ജനങ്ങളുടെ ദേഹത്തേക്കും സമീപത്തെ കടകളിലേക്കും തെറിക്കുന്നത് പതിവായതോടെ വ്യാപാരികളും പൊതുജനങ്ങളും നിരവധി തവണ പരാതി ഉന്നയിച്ചിരുന്നു.
കഴിഞ്ഞ കുറച്ചുനാളുകളായി ഈ വഴി കടന്നു പോകുന്ന കാൽനട യാത്രക്കാരുടെയും സമീപത്തെ വ്യാപാരികളുടെയും അവസ്ഥ ദയനീയമായിരുന്നു. മഴ പെയ്ത് വെള്ളം നിറഞ്ഞ വലിയ കുഴിയിൽ വാഹനങ്ങൾ കയറിയിറങ്ങുമ്പോൾ ചെളിവെള്ളം തെറിക്കുന്നത് പതിവായിരുന്നു. റോഡരികിലൂടെ നടന്നു പോകുന്ന സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെയുള്ളവരുടെ വസ്ത്രങ്ങളിൽ ചെളിവെള്ളം തെറിക്കുന്നതും വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് അഴുക്കുവെള്ളം അടിച്ചു കയറുന്നതും വലിയ പ്രതിഷേധത്തിന് കാരണമായി. ഈ സാഹചര്യത്തിലാണ് ഗ്രാമപഞ്ചായത്ത് അംഗം ജോഷി കന്യാകുമാരിയുടെ നേതൃത്വത്തിൽ നടപടി സ്വീകരിച്ചത്. രാജാക്കാട് ടൗണിൽ കുരിശുപള്ളിക്ക് സമീപം റോഡിലൊരു കുഴി രൂപപ്പെടുകയും മഴക്കാലമായപ്പോൾ ആ കുഴിയിലോട്ട് വെള്ളം വന്ന് നിറഞ്ഞതിൻ്റെ പേരിൽ വാഹനങ്ങൾ പോകുമ്പോൾ വാഹനത്തിൻ്റെ വീൽ ചാടി ആളുകളുടെ മേത്തും വ്യാപാര സ്ഥാപനങ്ങളിലേക്കും വെള്ളം തെറിക്കുകയുണ്ടായി. അങ്ങനെ ഉണ്ടായതിൻ്റെ പേരിൽ ആ നാട്ടിലെ വ്യാപാരികളും ആളുകളും വഴിയാത്രക്കാരും ഈ കുഴി ഒന്ന് അടച്ചു തരുന്നതെന്ന് അഭ്യർത്ഥിച്ചതിൻ്റെ പേരിലാണ് ഞാൻ ഈ കുഴി അടച്ചത്. താൽക്കാലികമായി മണ്ണോ മെറ്റലോ ഇട്ട് മൂടിയാൽ വീണ്ടും തകരുമെന്നതിനാൽ കോൺക്രീറ്റ് മിശ്രിതം ഉപയോഗിച്ച് കുഴി ശാശ്വതമായി അടയ്ക്കാൻ തീരുമാനിക്കുകയായിരുന്നു. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ജ്വല്ലറി ഷോപ്പിംഗിലിനി നോ കോംപ്രമൈസ്. പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായി പൊന്നിലൂടെ. KG's ജ്വല്ലറി, കോട്ടയം കട സിൻസ് 1950. ഇനി കമ്പോളം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ജ്വല്ലറി ഷോപ്പിംഗിലിനി നോ കോംപ്രമൈസ്. പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായി പൊന്നിലൂടെ. KG's ജ്വല്ലറി, കോട്ടയം കട സിൻസ് 1950. കാർഡമം ഗ്രോവേഴ്സ് ഫോർ എവർ ഏലക്ക ലേല വിവരം. ആകെ ലോട്ട് 108, വിൽപ്പനയ്ക്ക് വന്നത് 14,338, വിൽപ്പന നടന്നത് 14,097. കൂടിയ വില 3,463, ശരാശരി വില 2,643. കട്ടപ്പന കമ്പോളം. കുരുമുളക് കിലോഗ്രാമിന് 698 രൂപ, ഏലം കൂടിയ വില 2,900, ഏലം ശരാശരി വില 2,500. കാപ്പിപ്പരിപ്പ് 380, ഗ്രാമ്പു 980, കൊക്കോ 90, റബ്ബർ 260. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 13,475 രൂപ, വെള്ളി 260. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ജ്വല്ലറി ഷോപ്പിംഗിലിനി നോ കോംപ്രമൈസ്. പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായി പൊന്നിലൂടെ. KG's ജ്വല്ലറി, കോട്ടയം കട സിൻസ് 1950. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നിരോധിത രാസലഹരിയും ഹൈബ്രിഡ് കഞ്ചാവും വിൽക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ 2 യുവാക്കൾ തൊടുപുഴ പോലീസിന്റെ പിടിയിൽ. പിടിയിലായത് കണ്ണൂർ മട്ടന്നൂർ സ്വദേശി അജിനാസ് KP, കൊല്ലം കിളികൊല്ലൂർ സ്വദേശി സജിത്ത് എന്നിവർ. നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുമായി 2 പേരെ കരിങ്കുന്നം പോലീസ് പിടികൂടി. മൂന്നാറിൽ ഗതാഗത നിയമലംഘനങ്ങൾ വർദ്ധിച്ചതോടെ വാഹന പരിശോധന കർശനമാക്കി മോട്ടോർ വാഹന വകുപ്പും പോലീസും. ഗതാഗത നിയമങ്ങൾ ലംഘിച്ചവർക്കെതിരെ കേസെടുത്ത് നടപടി സ്വീകരിച്ചു. കഞ്ഞിക്കുഴിയിലെ കർഷകരുടെ ഭൂമി തട്ടിയെടുക്കാൻ ശ്രമിക്കുന്ന വനം വകുപ്പിന്റെ ഗൂഢനീക്കത്തിനെതിരെ സാഫ് സംഘടനയുടെ പിന്തുണയോടെ ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചു. CPM ജില്ലാ സെക്രട്ടറി CV വർഗീസ് ഉദ്ഘാടനം ചെയ്തു. ശാന്തൻപാറയ്ക്ക് സമീപം തൊഴിലാളികളുമായി എത്തിയ ജീപ്പ് അപകടത്തിൽപ്പെട്ടു. അപകടമുണ്ടായത് തോണ്ടിമലയിൽ. ജീപ്പിലുണ്ടായിരുന്ന നിരവധി പേർക്ക് പരിക്ക്. അടിമാലിക്ക് സമീപം കാർ നിയന്ത്രണം വിട്ട് താഴ്ചയിലേക്ക് മറിഞ്ഞ ഒരാൾക്ക് പരിക്ക്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.